കയ്യിൽ നിന്ന്. ഇവിടെ പിന്നെ കള്ളക്കഥ ഉണ്ടാക്കുന്നത്. ഇതിപ്പോ അവസാനം ഇവരൊക്കെ എന്നാ ഭാരപ്പെടാനും അയാൾക്ക് ഒരു ദോഷവും വരാൻ പോകുന്നില്ല. അതൊക്കെ തന്തയ്ക്ക് പറക്കാഴിയല്ലേ കാണിക്കുന്നത്. പിണറായിക്ക് പണ്ടേ ഉള്ളതാ, ഇലക്ഷൻ വരുമ്പോഴത്തേക്കിനി മൂന്നാം ഭരണം. അവൻ എന്നാക്കെ കളിച്ചാലും അയാൾക്ക് ഇനി മൂന്നാം ഭരണം കിട്ടാൻ പോകുന്നില്ല. ഇപ്പം പിന്നെ കണ്ടില്ല. സൈബർ അറ്റാക്കിന്റെ പുറകെ പോവുകയാണെങ്കിൽ എനിക്ക് അതിനെ സമയം ഉണ്ടാവും. ഇപ്പൊ 3 പേരല്ലേ മുന്നോട്ട് വന്നത്, ഒരു 4ാമത്തെ ആൾക്ക് കൂടി മുന്നോട്ട് വരാനുള്ള ഒരു ധൈര്യമാവുകയാണെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി ബലാത്സംഗം ചെയ്യുവാൻ മുറിയെടുത്തിട്ട് ഒടുവിൽ ശക്തി മേടിച്ചു കൊടുത്തു, ചെരുപ്പ് മേടിച്ചു കൊടുത്തു, പോക്കറ്റ് മണിയും കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം ഫ്ലാറ്റ് മേടിക്കാനുള്ള പൈസയും കൊടുത്തു. എന്നിട്ട് ഇപ്പോൾ വന്നിരുന്നിട്ട് പറയുകയാണ് എന്നെ 3 മണിക്കൂർ പീഡിപ്പിച്ചു. എന്റെ മുഖത്ത് ചവിട്ടി തുപ്പി. അത് കഴിഞ്ഞതിന് ശേഷം എന്നെ പലതും ചെയ്തു. പക്ഷെ ഞാൻ ചെരുപ്പ് മേടിക്കാനായിട്ട് പുള്ളിക്ക് 10,000 രൂപ അങ്ങോട്ട് കൊടുത്തത്. പിന്നെ പുള്ളി വന്നപ്പം ഷട്ടി ഇല്ലായിരുന്നു. ആ ഷട്ടി അവിടെ വെച്ച് കീറിപ്പോയതാണെന്നും അറിയത്തില്ല. പിന്നെ പുള്ളിക്ക് ഷട്ടി മേടിക്കാനുള്ള പൈസയും കൊടുത്തു എന്നാണ് ഇപ്പോൾ വന്ന് പരാതി പറഞ്ഞിരിക്കുന്ന മീഡിയക്കാരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിജീവിത. ഇവരെ അതിജീവിതയൊന്നും വിളിക്കരുത്, അതിബുദ്ധിമതിയാണ്, അതിബുദ്ധിമതി. ഇല്ല എങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു തിരക്കഥ ആരുടെ തിരക്കഥയ്ക്ക് ഒത്ത് ആടുകയാണെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും ഈ രാഹുലിനെതിരെ ഇപ്പോൾ പരാതികളുടെ എണ്ണം കൂടുകയാണ്. ഇനി എത്ര എണ്ണമാ വരാൻ കിടക്കുന്നത്? ഇപ്പൊ വന്നിരിക്കുന്ന 3 എണ്ണവും നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ 3നും ഒരേ ഫോർമാറ്റാ. ഇതുണ്ടാക്കിയവന്റെ ബുദ്ധി ഉണ്ടല്ലോ 3ന്റെ അകത്ത് ഉണ്ടെന്നുള്ളതാ. കൃത്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കേസ് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അരിയാഹാരം തിന്നുന്ന കുറച്ച് പേർക്കെങ്കിലും ഒക്കെ മനസ്സിലാവും ഇക്കാര്യം. എന്തിനാണ് ഇങ്ങനെ ഒരു കേസ്, അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനത്തെ ഒരു സംഭവം എന്നുള്ളത്. ഇതാണെങ്കിൽ ഉണ്ടല്ലോ അവന്റെ ഇമേജ് തകർക്കാൻ പറ്റും, അവനെ രാഷ്ട്രീയത്തിൽ തന്നെ ഇല്ലാണ്ടാക്കാൻ പറ്റും, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഇത് അവർ മുതലായിട്ട് എടുക്കുന്നത്. ഇത് വെച്ച് കളിച്ചില്ലേ നമുക്ക് രക്ഷയില്ലെന്നാണ് ഇവരൊക്കെ വിചാരിച്ചിരിക്കുന്നത്. പിന്നെ ഇതൊരു കാര്യമുണ്ട് കേട്ടോ, ഇതിപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉള്ള ആൾക്കാർ കളിച്ചാൽ തന്നെ ഇതുകൊണ്ട് പ്രയോജനം രണ്ടാണ്. ഒന്ന് CPM ഇട്ടൊരു കൊട്ട് കൊടുക്കാം, പിണറായിക്ക് ഇട്ടൊരു കൊട്ടായിട്ട് കൊടുക്കാം. അല്ല എങ്കിൽ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ ഉയർത്തിക്കൊണ്ട് വരാതിരിക്കാൻ വേണ്ടി ഈ സ്വന്തം പാർട്ടിക്കാർക്ക് തന്നെ കളിക്കാം. കാരണം ഈ രാഹുൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഈ സ്വന്തം പാർട്ടിയിലുള്ളവർക്ക് തന്നെ പേടിയാണ്. അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിൽ, ഇവർ രണ്ടുപേരും ശക്തരായിട്ടുള്ള നേതാക്കന്മാരാണ്, ജനപിന്തുണയുള്ള നേതാക്കന്മാരാണ് ഇവർ രണ്ടുപേരും. അതുകൊണ്ട് തന്നെ ഇവരെ രണ്ടുപേരെ തകർത്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് മുഖ്യമന്ത്രിയാകാം, നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇവരെ അങ്ങ് ഒരു ലെവലിൽ നിർത്താം. ഇത് ഷാഫിക്ക് വെച്ച ഒരു ഇതാണ്, എന്താ പറയാ, ഒരു കുഴിയാണ്. പക്ഷെ അതിൽ രാഹുൽ മാങ്കൂട്ടം വീണു എന്നുള്ളതാണ് ഇതിനകത്ത് സത്യം. എന്തായാലും നമുക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് സരിൻ ഉണ്ടല്ലോ, പുള്ളിക്കാരന്റെ വൈഫിന് ഇതിന്റെ അകത്ത് ബന്ധമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കുറെ സോഷ്യൽ മീഡിയയിലൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഈ പുള്ളിക്കാരിക്കെതിരെ ഭയങ്കര സൈബർ അറ്റാക്കാണ്. ആ സൈബർ അറ്റാക്കുമായി ബന്ധപ്പെട്ട് പുള്ളിക്കാരി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊന്ന് കേട്ടു നോക്ക്. പിന്നെ ഒരു കാര്യവുമില്ലാതെ ആൾക്കാർ അങ്ങനെയൊന്നും പറയത്തില്ലെന്നാണ് പൊതുവെ കമന്റ് വരുന്നത്. ഈ പറയുന്ന ഇവർക്ക് അതിനകത്ത് പങ്കുണ്ടോ? കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ മത്സരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നല്ലോ ഈ സരിന്റെ ഒരു വിഷയം. അതായത് പുള്ളിക്കാരൻ ആ പാർട്ടി മാറുകയൊക്കെ ചെയ്തത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് തോന്നുന്ന സംശയങ്ങളാണേ. കാരണം ഇത് എവിടുന്നാണ് ഇത്രമാത്രം പെൺകുട്ടികൾ വരുന്നത്? അതാണ് എല്ലാവർക്കും തോന്നുന്ന ഒരു സംശയം. എന്തായാലും പുള്ളിക്കാരി പറയുന്ന കാര്യം കേട്ടു നോക്കും. തീരുമാനിച്ചിരിക്കുന്നത് പറഞ്ഞാൽ ഇതൊന്ന് നോക്കുക. ഇനി ഇത് മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഇപ്പൊ ഉള്ളതിന് നമ്മൾ നിയമപരമായിട്ട് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഇതിൽ പല നമ്പറുകളും അബ്രോഡാണ്, ബഹ്റിൻ നിന്നൊക്കെയുള്ള നമ്പറുകളാണ്. അപ്പൊ അവിടെ നമുക്ക് എങ്ങനെയാണ് നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുക എന്നുള്ളത് സരി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ നാട്ടിലേക്ക് വരുന്നുണ്ട്. എനിക്ക് സെഷൻ ഉണ്ട് 24-ാം തീയതി കോഴിക്കോട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് കേസ് കൊടുക്കും. അത് ഏത് അറ്റം വരെ പോകാനും തീരുമാനിച്ചിട്ട് തന്നെയാണ്. കാരണം ഇത് എനിക്ക് വേണ്ടിയിട്ടല്ല. ഇപ്പൊ സൈബർ അറ്റാക്കിന്റെ പുറകെ പോവുകയാണെങ്കിൽ എനിക്ക് അതിനെ സമയം ഉണ്ടാവും. ഇപ്പൊ 3 പേരല്ലേ മുന്നോട്ട് വന്നത്, ഒരു 4ാമത്തെ ആൾക്ക് കൂടി മുന്നോട്ട് വരാനുള്ള ഒരു ധൈര്യമാവുകയാണെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ്. അല്ല എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുക. ഇപ്പൊ 3 പേരല്ലേ വന്നിട്ടുള്ളൂ, ഇനി 4ാമത്തെ ഒരാളോട് വരാൻ വേണ്ടി പുള്ളിക്കാരി ആ പരാതിയുമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. അപ്പൊ ഇതിന്റെ അകത്ത് തന്നെ എന്തോ ഒരു സംതിങ് ഉണ്ട്. പിന്നെ സൈബർ അറ്റാക്ക് വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ പോയി പരാതി കൊടുക്കാൻ പോവുകയാണ്. പരാതി കൊടുക്കുക, കാരണം മോശമായിട്ടൊക്കെ ഇവരെ എന്തോ അനാവശ്യം പറയുന്നവന്മാർക്കെതിരെയൊക്കെ കേസ് കൊടുക്കണം. പിന്നെ ഇതിന്റെ അകത്ത് എന്താ പറയുക, 4ാമത്തെ ഒരു പരാതിക്കാരിയോടെ കൊണ്ടുവരാൻ വേണ്ടിയാണ് പുള്ളിക്കാരി പോകുന്നതെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. എന്തായാലും ഇതൊരു നാണം കെട്ട ഒരു സംഭവം തന്നെയാണ്. കാരണം സ്വന്തം ഭർത്താവിരിക്കെ വേറൊരുത്തന്റെ കൂടെ പോവുകയാണ്. പോയിട്ട് അവിടെ ഫ്ലാറ്റ് പുള്ളിക്കാരി തന്നെ ബുക്ക് ചെയ്യുന്നു. എന്നിട്ട് കുടുംബ പ്രശ്നം ചർച്ച ചെയ്യാനായിട്ട് ഈ പുള്ളിക്കാരനെ, അതായത് രാഹുലിനെ വിളിച്ചു വരുത്തി അവരുമായിട്ട് ഇങ്ങനെ കുടുംബ പ്രശ്നം സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം അവർ തമ്മിൽ ഇതാകുന്നു. പിന്നെ ജട്ടി മേടിക്കാൻ കാശ് കൊടുക്കുന്നു, ചെരുപ്പ് മേടിക്കാൻ കാശ് കൊടുക്കുന്നു. പിന്നെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ പരാതിയുമായി വന്നിരിക്കുന്നു. അതായത് ഇപ്പൊ MLA ആയതിനു ശേഷം. ഇതിനു മുമ്പ് എന്തായിരുന്നു, എപ്പോഴോ നടന്നൊരു സംഭവമാണേ, അത് ഓർത്തോണം. എന്നിട്ടാണ് വന്നിരുന്നിട്ട് ഇവിടെ ഇരുന്ന് ഇങ്ങനെ കൊണയടിച്ചോണ്ടിരിക്കുന്നത്. കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോണം. ഇവര് സത്യത്തിൽ വഞ്ചിച്ചിരിക്കുന്നത് ഇവരുടെ ഭർത്താവിനെയാണ്.
ഒരു ഭർത്താവിരിക്കെ ഒരു സ്ത്രീകളും ഇങ്ങനെ ചെയ്യത്തില്ല. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവര് ശരിയല്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം, അല്ലേ? ആണ്. എന്റെ വീഡിയോ കാണുന്ന പല സ്ത്രീകളും ഉണ്ട്, പല വീട്ടമ്മമാരുണ്ട്, പല പെൺകുട്ടികളുണ്ട്. ഇവരാരും പോയി ഇങ്ങനത്തെ പരിപാടി ചെയ്യത്തില്ല. ഇങ്ങനത്തെ പരിപാടി ചെയ്യുമോ? കാരണം സ്വന്തം ഭർത്താവിനെയും വെച്ചിട്ട് വേറൊരുത്തിൻ്റെ കൂടെ പോവുക, അവന്റെ കൂടെ കിടക്ക പങ്കിടുക, അത് കഴിഞ്ഞതിന് ശേഷം അവൻ മൂലം ഉണ്ടാക്കിയതിനു ശേഷം പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുക, കുറച്ചുനാൾ കഴിഞ്ഞതിന് ശേഷം അത് കേസുമായി വരിക. ഇതെല്ലാം കൃത്യം പ്ലാനായിട്ട് ചെയ്തതാണ്. നല്ല ചിക്കിലി കിട്ടിയിട്ടുള്ള വകുപ്പാണെന്ന് തോന്നുന്നു. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ കൊടുക്കണം, ഇതാണ് ഇവരുടെ ലക്ഷ്യം. എന്തായാലും 3 കേസുകളും കോടതി ചെന്നപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ബാക്കി 2 കേസ് നമ്മൾ കണ്ടാണ്. ഈ ഒരു കേസും കൃത്യമായിട്ട് പോവുകയാണെങ്കിൽ കോടതി ഇത് തള്ളിക്കളയാനാണ് സാധ്യത. കാരണം കോടതി ചോദിക്കും, എടി നിന്നെ പീഡിപ്പിച്ചതല്ലേ, പീഡിപ്പിച്ച സമയത്ത് നീ ഈ 3 മണിക്കൂർ നിന്നെ നിരന്തരം പീഡിപ്പിച്ചു എന്നല്ലേ പറയണേ? ആ പീഡിപ്പിച്ചവന് നീ എന്തിനാണ് ഫ്ലാറ്റ് മേടിച്ചു കൊടുത്തത്? നീ എന്തിനാണ് ഈ ചെരുപ്പ് മേടിക്കാൻ കാശ് കൊടുത്തത്? നീ എന്തിനാണ് ഈ ജട്ടി മേടിക്കാൻ കാശ് കൊടുത്തേ? പിന്നെ അതെല്ലാം പോട്ടെ, നീ പിന്നെയും അവനെ എന്താ മൊബൈലിൽ സേവ് ചെയ്തേക്കുന്ന രാഹുൽ ലവ് എന്നൊക്കെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് അന്നൊന്നും ഇല്ലാത്ത വിഷയം നീ അന്ന് ഈ വിഷയം ഉള്ളപ്പോ നീ വന്ന് പറയണമായിരുന്നല്ലോ. അന്ന് ഈ പുള്ളിക്കാരൻ MLA പോലും അല്ല, അന്ന് വന്നിട്ട് സംസാരിക്കാമായിരുന്നല്ലോ. അന്നേരം എന്തുകൊണ്ട് വന്നില്ല? അപ്പൊ നീ അവിടെ ചെയ്തത് എന്താണ്? വലിയൊരു തെറ്റാണ്. സ്വന്തം ഭർത്താവ് ഇരിക്കെയാണ് കുടുംബ പ്രശ്നം സംസാരിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്. അതെന്താ ഈ രാഹുൽ മാങ്കൂട്ടം വലിയ കുടുംബ പ്രശ്നം തീർക്കുന്ന ഒരു കൗൺസിലറോ അങ്ങനത്തെ വല്ല ആളാണോ? ഈ കൗൺസിൽ കൊടുക്കുന്ന ആളാണോ? അല്ലല്ലോ. എന്തുവാ ഇത്? എന്തുവായാലും പരാതികൾ സൂപ്പറാ. ഇത് ഉണ്ടാക്കുന്നവനുണ്ടല്ലോ മോനെ, നിനക്ക് വേണോടാ നല്ലൊരു ട്രോഫി തരാൻ. എല്ലാത്തിനും ഒരു മോഡലാണെന്നല്ലോടാ പോയി. ഓക്കെ, എന്തായാലും ഇനി അടുത്ത ആൾക്കാർ വരുമ്പോഴും ഇതേ പാറ്റേൺ തന്നെ പിടിച്ചു പോകണം. അതിലാണ് നിങ്ങളുടെ കഴിവ്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വീട്ടമ്മ പിന്നെ ITVയിൽ വിളിച്ചിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. ആ അമ്മ പറയുന്ന കാര്യം നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ. പൊന്നു പ്രേക്ഷകരെ, കേരളത്തിലുള്ള ജനങ്ങൾക്കെല്ലാം മനസ്സിലായി ഇതിന്റെ പിന്നിൽ കളിക്കുന്നവർ ആരാണെന്നുള്ളത്. ഇത് എന്തിന്റെ മുതലെടുപ്പാണെന്നുള്ള കാര്യവും എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. കാരണം എല്ലാവരും നെല്ല് കുത്തി ആ അരിയാണല്ലോ തിന്നുന്നേ. ആ അരി തിന്നുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും മൂളയുണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. എന്തായാലും അമ്മ പറയുന്ന കാര്യം കേട്ടു നോക്കി. ലീലാമണി എവിടുന്നാ വിളിക്കുന്നേ? ചങ്ങനാശ്ശേരിന്ന്. ഈ തിരുവല്ല ലോഡ്ജിൽ കൊണ്ട് ഇവിടെ ബോധം കെടുത്തിയാണോ രാഹുൽ കൊണ്ടുപോയത്? പാലക്കാട് ലോഡ്ജിൽ കൊണ്ടുപോയത് ബോധം കെടുത്തിയാണോ ഇവിടെ സ്വയബോധത്തോടല്ലേ അയാളുടെ കൂടെ പോയത്? സ്വയബോധത്തോടെ അയാളുടെ കൂടെ പോയി കാര്യം കണ്ടിട്ട് പിന്നെ ഇവിടെ എന്തിനാ പാമ്പിടിച്ച കൊച്ചനെ കുരുക്കേണ്ട കാര്യം എന്തുവാ? അതിന് കൂട്ട് പിണറായിയും പാമ്പിടിച്ച സത്യസന്ധനായ ഉമ്മൻചാണ്ടിയെ വെറുതെ കൂട്ടി അപവാദം പറഞ്ഞ പുള്ളികളാ ഇവരൊക്കെ നാണമില്ലല്ലോ ഇങ്ങനെയൊക്കെ കാണിക്കാനായിട്ട്. ഈ കേക്കച്ചനല്ലേ അന്നും ഉമ്മൻചാണ്ടിയെ കുരുക്കാൻ മുന്നിൽ നിന്നത്? കേക്കച്ചനാ നിന്നത്. പിന്നെ അങ്ങേര് അന്ന് കോൺഗ്രസ്സുകാർ അങ്ങേർക്ക് ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നേ, അങ്ങേര് ഒരിക്കലും രാജിവെക്കത്തില്ലായിരുന്നു. ഇവനൊക്കെ കസേരയ്ക്ക് വേണ്ടി കിടന്ന് റൂങ്ങിയതാ അങ്ങേരെ ചതിച്ചത്. കുഞ്ഞാറുകാരനും ചെന്നേച്ച് പറഞ്ഞു ക്ലിപ്പ് ഹൗസില് പിന്നെ 2 പേരും കൂടെ പിണഞ്ഞു കിടക്കുക എന്നാ പറഞ്ഞത്. അതുപോലല്ലേ രാഹുലിനെ പറ്റി ഇവിളി പാലക്കാട് പോയി, തിരുവല്ലായി വന്നു, കോട്ടയത്ത് പോയി, കോഴിക്കോട് പോയി, കാസർഗോഡ് പോയെങ്കിൽ അവിടെ സമ്മതത്തോടല്ലേ, ഇവിടെ മരിച്ചോണ്ട് പോയതല്ലല്ലോ, ഇവിടെ ബോധം കെടുത്തി കൊണ്ടുപോയതല്ലല്ലോ. 1 വർഷം കഴിഞ്ഞപ്പോഴാ പീഡനമായെന്ന് ഇവിടെ പിന്നെ കള്ളക്കഥ ഉണ്ടാക്കുന്നത്. ഇതിപ്പോ അവസാനം ഇവനൊക്കെ എന്നാ ഭാരപ്പെടാനും അയാൾക്ക് ഒരു ദോഷവും വരാൻ പോകുന്നില്ല. അതൊക്കെ തന്തയ്ക്ക് പറക്കാഴിയല്ലേ കാണിക്കുന്നത്. പിണറായിക്ക് പണ്ടേ ഉള്ളതാ, ഇലക്ഷൻ വരുമ്പോഴത്തേക്കിനി 3ാം ഭരണം. അവൻ എന്നാക്കെ കളിച്ചാലും അയാൾക്ക് ഇനി 3ാം ഭരണം കിട്ടാൻ പോകുന്നില്ല. ഇപ്പം പിന്നെ കണ്ടില്ല, ശബരിമല മുഴുവൻ കട്ടുമുടിച്ചു. അവൻ കട്ടുമുടിച്ചു. ഇപ്പൊ അത് പിന്നെ എല്ലാത്തിനും അവന്റെ ആൾക്കാരാ കിടക്കുന്ന. അതിനവന് ചോദ്യം ചെയ്യില്ല. രാഹുൽ പെണ്ണുങ്ങളുടെ പുറകെ പോയത് അവന് സാമാനം ഉള്ളതുകൊണ്ടോ പെണ്ണുങ്ങളുടെ പുറകെ പോയത്? അവന്റെ പുറകെ വന്നതാ പെണ്ണുങ്ങള്, അല്ല അവന് ഒരു പെണ്ണുങ്ങളുടെ പുറകെ പോയില്ല. അവനെ കണ്ട് മിണുമിണുത്ത് വന്നതാ ഇവളുമാരൊക്കെ. അവൻ ഒരുത്തരുടെ പുറകെ പോയിട്ടില്ല. ഇപ്പൊ ഇവനെന്നാ പിന്നെ ജയിലിൽ കിടക്കുന്നമാരെ ഒന്നും ചോദ്യം ചെയ്യാത്തത്? അതെല്ലാം കൂടെ ഒന്ന് ഒതുക്കി തീർക്കാൻ വേണ്ടി അപ്പൊ രാഹുലിനെ എടുത്ത് ഇടക്കിട്ടിരിക്കുന്നു. കേട്ടല്ലോ നിങ്ങള്? അതായത് 3 മണിക്കൂർ ക്രൂരമായി പീഡിപ്പിച്ച ഒരാള്, പിന്നെ പിതൃത്വം നിഷേധിച്ച ഒരാള്, ക്രൂരമായി ചവിട്ടുകയും തുപ്പുകയും ഒക്കെ ചെയ്ത ഒരാള്, എന്നിട്ടും ഈ പുള്ളിക്കാരന് സാമ്പത്തിക സഹായങ്ങൾ കൊടുക്കുകയും സമ്മാനങ്ങൾ കൊടുക്കുകയും പൈസ കൊടുക്കുകയൊക്കെ ചെയ്ത ഈ പറയുന്ന ചേച്ചിയുടെ ആ ഒരു ഇതുണ്ടല്ലോ, അത് കാണാതെ പോകരുത്. അത്രമാത്രം ഹെൽപ്പിംഗ് മൈൻഡ് ഉള്ള ഒരു ചേച്ചിയായിരുന്നു ആ ചേച്ചി. എന്നിട്ട് ഇപ്പൊ ആ ചേച്ചിക്ക് എന്ത് പറ്റി? ചേച്ചി ഒരു ഇമെയിലിലൂടെ അങ്ങോട്ട് അയച്ചു. ആ ഇമെയിൽ കിട്ടിയതുമല്ല,
പട പിടിച്ച് എന്താ പറയാ പിന്നെ പട്ടികൾക്ക് എല്ലും കഷ്ണം കിട്ടിയ പോലെ ഈ മീഡിയക്കാരും അതോടൊപ്പം തന്നെ ഈ പറയുന്ന പോലീസ് എല്ലാം കൂടെ ഒറ്റ പോക്കല്ലയോ രാഹുൽ മാങ്കൂട്ടത്തിനെ പൊക്കാൻ രാത്രി തന്നെ പോയി അങ്ങ് പൊക്കി. അത് വലിയ അങ്ങ് ന്യൂസായി. ഈ പറയുന്ന പിന്നെ റിപ്പോർട്ടർ ചാനലിലെ മുട്ടയൊക്കെ ആണെങ്കിൽ ഗ്രാഫ് വരച്ചൊക്കെയാണ് കാണിക്കുന്നത്. അതിജീവിത 1, അതിജീവിത 2, അതിജീവിത 3 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗ്രാഫ് വരച്ചിട്ട് ഇത് ഇന്നത് ഈ ആളോട് ഇത് ചെയ്തു, ഈ ആളോട് ഇത് ചെയ്തില്ല, ഈ ആളോട് ഇത് ചെയ്തു, ഈ ആളോട് ഇത് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതായത് ഈ മനുഷ്യനെ എങ്ങനെയെങ്കിലും തകർക്കണം. അതായത് ഇവിടെ സ്വർണ്ണക്കൊള്ള കിടപ്പുണ്ടേ, അത് നമുക്ക് ചർച്ച വേണ്ട. അവിടെ ചർച്ചയും വേണ്ട, ഒന്നും വേണ്ട. പിന്നെ നമുക്ക് പല കാര്യങ്ങളും അവിടെ കിടപ്പുണ്ടേ, അതൊന്നും നമുക്ക് വേണ്ട. ഒരു ജട്ടിക്കേസ് ഉണ്ടേ, അത് വേണ്ട. ഇതൊന്നും ചർച്ച ചെയ്യണ്ട. ഈ ചർച്ചയുടെ ഭാഗമായിട്ട് നിൽക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ നമുക്ക് എന്തിന് അല്ലേ എന്ന് പറഞ്ഞൊരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. എന്തായാലും ഇപ്പോൾ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ മറ്റേ VM സുധീരനില്ലേ, പുള്ളിക്കാരനും അങ്ങോട്ട് തള്ളി പറഞ്ഞു. പുള്ളിക്കാരൻ പറയുന്നത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയത് ഉമ്മൻചാണ്ടിയെ പോലും മറികടന്നു. ഉമ്മൻചാണ്ടി നിർദ്ദേശിച്ചത് JS അഖിലിനെ എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരനും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ പറയുന്ന സ്വന്തം പാർട്ടിയിലുള്ളവര് ഓരോരുത്തരായി തള്ളി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഇതിന്റെ പിന്നിൽ കളിച്ചവരെ എന്തായാലും കാലം മനസ്സിലാക്കാതിരിക്കുവോ? ഉമ്മൻചാണ്ടി സാറിനെതിരെ കളിച്ചവരെയൊക്കെ കാലം മനസ്സിലാക്കി എന്ന് പറഞ്ഞ പോലെ തന്നെ ഇത് മനസ്സിലാക്കാതിരിക്കുവോ? പിന്നെ ഇത് മുതലെടുത്തുകൊണ്ട് DYFIക്കാര് അവരുടെ ഈ പൊതിച്ചോറ് കൊടുക്കുന്ന സംഭവം ഉണ്ടല്ലോ, വീട്ടിലുള്ള പല ആൾക്കാരും പൊതി ഉണ്ടാക്കി ഈ പറയുന്ന പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ വേണ്ടി പൊതിച്ചോറുണ്ടാക്കുകയാണ്. എന്നാൽ ആ പൊതിച്ചോറിന്റെ അകത്ത് ആ പത്രം ഇട്ട് പൊതിയുന്നതുണ്ടല്ലോ, ആ പൊതിയുന്നതിന്റെ അകത്തെല്ലാം ഈ പറയുന്ന ഈ രാഹുലിനെ അറസ്റ്റ് ചെയ്ത ആ ഒരു വാർത്തയാണ് അങ്ങോട്ട് അടിച്ചു വെച്ചിരിക്കുന്നത്. അതായത് കൊടും ക്രിമിനലിനെ ജയിലിൽ അടച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു പേപ്പർ കഷ്ണമാണ് എടുത്ത് പൊതിയാനായിട്ട് ഉപയോഗിക്കുന്നത്. അവരുടെ ആ ഒരു നല്ല മനസ്സും കാണാതെ പോകരുത്. കാരണം ഇത് എന്താണ്, ആരോരുമില്ലാത്ത അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരത്തിന് ബുദ്ധിമുട്ടുന്ന അവർക്ക് സഹായം ചെയ്യാൻ വേണ്ടിയാണ് ഇവർ ഈ പൊതിച്ചോറൊക്കെ കൊടുക്കുന്നത്. അതിൽ പോലും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ ഒരു കൊടും ക്രിമിനലിനെയും ആ ഒരു പീഡന കഥയൊക്കെ അങ്ങോട്ട് വെച്ച് കൊടുക്കാൻ കാണിക്കുന്ന ഇവരുടെ ആ മനസ്സുണ്ടല്ലോ, അത് സമ്മതിക്കണം. ഇവർക്ക് മാത്രമേ ഇങ്ങനത്തെ ഒരു മനസ്സുള്ളൂ, അത് നമ്മൾ അറിയാതെ പോകരുത്. പിന്നെ അത് മാത്രമല്ല, ഇത്രയും പൊതിച്ചോറില് ഈ ഒരു ഹെഡിങ് വെക്കാൻ വേണ്ടി ഇവർക്ക് ഇത്രമാത്രം പത്രം ഇവരെവിടെ പോയി എടുക്കുന്നു എന്നുള്ളതാണ്. അത് എല്ലാ വീടുകളിലും കൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഇവരുടെ ആ ഒരു മനസ്സും നമ്മൾ കാണാതെ പോകരുത്. എന്തായാലും ഇവിടെ തന്നെ പീഡിപ്പിക്കാൻ വന്ന ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് ഷട്ടി മേടിച്ചു കൊടുത്ത ചേച്ചിക്ക് സ്വന്തമായിട്ട് ഷട്ടി ഇടാനുള്ള ഒരു സമയം പോലും കിട്ടിയിരുന്നില്ലയോ എന്നുള്ളതൂടെയൊക്കെ അറിയത്തില്ല. എന്താണ് അവസ്ഥയെന്നൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും ഈ കേസ് കോടതി വരട്ടെ, കോടതി വന്നിട്ട് കോടതി തീരുമാനിക്കട്ടെ ഇതിന്റെ അകത്തെ കഥ എന്താണെന്നും ഇതിന്റെ പിന്നിൽ ആരാണെന്നും. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഏതാണ്ടൊക്കെ തീരുമാനമായി. ഇനി ഇതൊക്കെ ജനങ്ങളാണ് പറയേണ്ടത്. കാരണം ഉഭയകക്ഷി സമ്മതത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങൾ പിന്നെ കുറെ നാൾ കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് പറയും എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. ഇവിടുത്തെ പുരുഷന്മാരുടെ അവസ്ഥ എന്താണ്? ഓരോരുത്തർ വന്നിട്ട് അങ്ങോട്ട് പറയും വാഗി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എന്താ പറയാ ചാറ്റൊക്കെ ചെയ്ത് നമ്മുടെ കൂടെ അങ്ങോട്ട് കൂടും. അത് കഴിഞ്ഞ ശേഷം നമ്മളെ ഫ്ലാറ്റിലേക്ക് വിളിക്കും. ഏതൊരു മനുഷ്യന്റെയും വികാരത്തിന് എന്തെങ്കിലും അവൻ ചെയ്തു കളയും. അത് കഴിയുമ്പോഴെന്റെ പൊണടാവേ പിന്നെ അവന്റെ കാര്യം പറയണോ? എന്തിനേറെ പറയുന്നു, കഴിഞ്ഞ ദിവസം KSRTC ബസിന്റെ അവിടെ ഒരു മനുഷ്യൻ ഇരുന്ന് പോകുകയാ. അതിന്റെ അടുത്ത് പോയിരുന്ന് ഒരുത്തി മുട്ടുരുമി ഇരുന്നിട്ട് അടീന്ന് ഫോണിൽ ഷൂട്ട് ചെയ്തിട്ട് പറഞ്ഞു ഒരു വീഡിയോ അങ്ങോട്ട് ഇട്ടു. ആ മനുഷ്യന്റെ മുഖം അവൾ മറച്ചത് കാര്യമായി. ഇല്ലായിരുന്നെങ്കിൽ ആ മനുഷ്യന്റെ കാര്യം എന്താകുമായിരുന്നു? ഇതാ പറഞ്ഞത്. ഇവിടെ പുരുഷന്മാർക്ക് ഒരു വിലയും ഇല്ല. പിന്നെ ഇവിടെ രാഹുൽ മാങ്കൂട്ടം നല്ല പുണ്യവാളനൊന്നും ആണെന്ന് പറയുന്നൊന്നുമില്ല കേട്ടോ. പുള്ളിച്ച് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കുക തന്നെ വേണം. അതായത് നമ്മളെന്താ പറയാ, ഉപ്പ് തിന്നാൽ വെള്ളം കുടിക്കണം. പക്ഷെ ഇതുപോലെ ഇല്ലാത്ത കേസിനാണ് കൊടുക്കുന്നതെങ്കിൽ ജനങ്ങൾ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ തന്നെ നിൽക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതിപ്പോ സ്വന്തം പാർട്ടിക്കാരായാലും മറ്റു പാർട്ടിക്കാരായാലും ഒരാളെ തകർക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് എങ്കിൽ ജനങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ജനങ്ങളെ പറ്റിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഒരു വട്ടം പറ്റിക്കാം, എന്നും പറ്റിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും